മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന D-സോൺ കലോത്സവത്തിനിടയിൽ സംഘർഷം, മത്സരങ്ങൾ നിർത്തിവച്ചു. കലോത്സവത്തിന് വേദി അനുവദിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കോളേജ് മാനേജ്മെന്റ്. ആമ്പല്ലൂർ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. അളഗപ്പ നഗർ വെണ്ടൂർ കൈതവളപ്പിൽ മനോജിന്റെ മകൻ വികാസ്, പൂക്കോടൻ ജോഷിയുടെ മകൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള സംസ്കാരം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ശവസംസ്കാരം എന്നാണ്. കേരളത്തിലെ അരും കൊലപാതകങ്ങൾ കാണുമ്പോൾ ഈ അർത്ഥം തികച്ചും ശരിയാണെന്ന് വന്നിരിക്കുകയാണെന്ന് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന D-സോൺ കലോത്സവത്തിനിടയിൽ സംഘർഷം, നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്, മത്സരങ്ങൾ നിർത്തിവച്ചു. ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ D-സോൺ കലോത്സവത്തിനിടെ സംഘർഷം, മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘട്ടനം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. വിധി നിർണയം ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ തുടക്കം. സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കുപറ്റി. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് പറ്റിയ വിദ്യാർത്ഥികളെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസിന് നേരെയും ആക്രമണം ഉണ്ടായതായി പറയുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. മത്സരാർത്ഥികളെ കൂടാതെ മത്സരം കാണാൻ വന്ന നിരവധി പേർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാളയിലെ വിവിധ ആശുപത്രികളിലായി സ്റ്റേജിൽ കുഴഞ്ഞുവീണ മത്സരാർത്ഥികൾ പ്രാഥമിക ശുശ്രൂഷ തേടിയിരുന്നു. മെഡിക്കൽ സപ്പോർട്ടും ഫയർ ആൻഡ് റെസ്ക്യൂവും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി മത്സരത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മത്സരാർത്ഥികൾ പരാതി ഉന്നയിച്ചിരുന്നു. കലോത്സവത്തിന്റെ തുടക്കം മുതലേ പ്രശ്നങ്ങളുണ്ടായിട്ടും പോലീസ് വേണ്ട രീതിയിൽ സംരക്ഷണം ഒരുക്കിയിരുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. മീഡിയ ടൈം, മാള. മാള ഹോളി ഗ്രേസ് കോളേജിൽ D-സോൺ കലോത്സവത്തിന് വേദി അനുവദിക്കുക മാത്രമാണ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തതെന്ന് കോളേജ് ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. കോളേജ് ക്യാമ്പസിൽ നടന്ന D-സോൺ കലോത്സവം വിദ്യാർത്ഥി സംഘടനകളുടെ തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് പത്രക്കുറിപ്പ് ഇറക്കിയത്. യൂണിവേഴ്സിറ്റി യൂണിയൻ വിദ്യാർത്ഥി സംഘടനകളാണ് കലോത്സവം സംഘടിപ്പിച്ചതും ആസൂത്രണം ചെയ്തതും. അതുകൊണ്ട് സംഘാടനത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമാണെന്നും കോളേജ് മാനേജ്മെന്റ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. അളഗപ്പ നഗർ വെണ്ടൂർ സ്വദേശികളായ കൈതവളപ്പിൽ മനോജിന്റെ മകൻ വികാസ്, പൂക്കോടൻ ജോഷിയുടെ മകൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. കല്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കല്ലൂർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള സംസ്കാരം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ശവസംസ്കാരം എന്നാണ്. കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ അരും കൊലപാതകങ്ങൾ കാണുമ്പോൾ ഈ അർത്ഥം തികച്ചും ശരിയാണെന്ന് വന്നിരിക്കുകയാണെന്ന് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള സംസ്കാരം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ശവസംസ്കാരം എന്നാണ്. ആ അർത്ഥം ശരിയാണ്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ, ലോകത്തിൻ്റെ മൊത്തമാണെങ്കിലും കേരളത്തിൻ്റെ തന്നെ സംസ്കാരം ശവസംസ്കാരമായിട്ട് ചുരുങ്ങുകയാണ്. അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു. ഒരു വീട്ടിൽ കയറി അക്രമികൾ 3 പേരെ തല്ലിക്കൊല്ലുന്നു. ഒരു വ്യാപാരിയെ കൊന്ന് കഷണങ്ങളായി അട്ടപ്പാടി താഴ്വരയിൽ കൊണ്ടുപോയി തള്ളുന്നു. കാമുകന് കഷായ ചലഞ്ചായി ജ്യൂസിൽ വിഷം കൊടുത്തു കൊല്ലുന്നു. കാമുകന്മാരൊക്കെ കാമുകിമാരെ കുത്തിക്കൊല്ലുന്നു. ദുർമന്ത്രവാദം നടത്തി 2 സ്ത്രീകളെ കൊന്ന് വേവിച്ച് നരമാംസം തിന്ന മനുഷ്യർ ദക്ഷിണാഫ്രിക്കയിലല്ല, കേരളത്തിലാണ് 2022 കെടാമംഗലം ശ്രീ തലക്കാട്ട് ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന സുവർണ ജൂബിലി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കൊലപാതകങ്ങളും വയലൻസും കുറ്റകൃത്യങ്ങളും മാത്രം കണ്ടു വളരുന്ന കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും വെറുപ്പ് മാത്രമുള്ളവരായി മാറും. തൊട്ടുകൂടാത്തവരും തീണ്ടുകൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വലിയ സമൂഹത്തെ സ്നേഹിച്ചതാണ് നമ്മുടെ സംസ്കാരമെന്ന് അദ്ദേഹം തുടർന്നു പറഞ്ഞു. സമ്മേളനത്തിൽ വ്യാസമഹാസഭ പ്രസിഡന്റ് എം പുഷ്കരൻ അധ്യക്ഷനായി. പ്രമുഖ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് അവാർഡ് വിതരണം നടത്തി. CK രാധാകൃഷ്ണൻ, VA സതീശൻ, KN രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മസ്തകത്തിൽ മുറിവേറ്റതിനെ തുടർന്ന് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ കണ്ടെത്തി. ആനയ്ക്ക് ചികിത്സ നൽകിയ ഏഴാറ്റുമുഖം എലിച്ചാനിയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ആനയെ കണ്ടത്. ആനയെ നിരീക്ഷിക്കാനായി നിയോഗിച്ച വാച്ചർമാരാണ് വിവരം ഫോറസ്റ്റ് റേഞ്ചറെ അറിയിച്ചത്. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും തീറ്റയെടുക്കുന്നുണ്ടെന്നും നിരീക്ഷണത്തിൽ കണ്ടെത്തി. മസ്തകത്തിലെ മുറിവ് ഉണങ്ങിയ നിലയിലാണ്. നിരീക്ഷണം വരും ദിവസങ്ങളിൽ തുടരുമെന്നും DFO പറഞ്ഞു. ഡിസംബർ 14-നാണ് ഏഴാറ്റുമുഖം പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ആനയെ കണ്ടത്. 24-നാണ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആനയെ മയക്കുവെടി നൽകി മുറിവിൽ മരുന്ന് വെച്ച് ചികിത്സ നൽകിയത്. തുടർന്ന് കാട് കയറിയ കൊമ്പനാന തിങ്കളാഴ്ചയാണ് വീണ്ടും കാണുന്നത്. മതിലകത്തെ കൊലപാതക ശ്രമക്കേസിലെ പിടികിട്ടാപ്പുള്ളി പിടിയിൽ. 2018-ൽ 3 പീടികയിലുള്ള ബാറിലുണ്ടായ വഴക്കിനെ തുടർന്നുള്ള വിരോധത്താൽ 2018-ൽ അർസൽ തിണ്ടിക്കൽ എന്നയാളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയായ കണ്ണനാംകുളം മുനയ്ക്കാപ്പറമ്പിൽ നൌഷാദാണ് പിടിയിലായത്. പ്രതി കണ്ണനാംകുളത്തുള്ള വീട്ടിൽ എത്തിയെന്ന് രഹസ്യവിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് മതിലകം പോലീസ് പ്രതിയെ പിടികൂടിയത്. ഒളിവിലായിരുന്ന പ്രതിക്കെതിരെ ഇരിഞ്ഞാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെക്ഷൻ കോടതി 2023 ഡിസംബർ മാസത്തിൽ പിടികിട്ടാപ്പുള്ളിയായി വാറന്റ് പുറപ്പെടുവിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ഷാജി MK, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രജീഷ്, ഷൈജു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ ദാസ്, സബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി CITU നേതൃത്വത്തിൽ കൊടകര ചാലക്കുടി ഏരിയയിലെ തോട്ടം തൊഴിലാളികൾ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, CITU കൊടകര ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന PC ഉമേഷ്, PG വാസുദേവൻ നായർ, AK പ്രേംദാസ്, PS സത്യൻ, PT ജോയ് എന്നിവർ സംസാരിച്ചു. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി അതിരപ്പള്ളി പഞ്ചായത്തിൽ എലിഞ്ഞിപ്പുറ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം സംയുക്തമായി അടിച്ചിൽ തൊട്ടി ഉന്നതിയിൽ സ്ക്രീനിംഗ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഒരറിവ് 100 ഇടങ്ങളിൽ എന്ന പരിപാടിയുടെ 50ാമത്തെ ആരോഗ്യ ബോധവൽക്കരണവും ആദിവാസി മേഖലയിൽ എല്ലാവരെയും പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധന ക്യാമ്പും ബ്ലോക്ക് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജീവ് R ഉദ്ഘാടനം നിർവഹിച്ചു. ജനുവരി 30 മുതൽ ആരംഭിക്കുന്ന അശ്വമേധം പരിപാടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും കുടുംബാരോഗ്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെക്കുറിച്ചും ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോളും സ്ത്രീയും ആർത്തവം എന്ന വിഷയത്തിൽ പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ NK മിനിമോളും ക്ലാസ് നയിച്ചു. സാന്ത്വന പരിചരണത്തെക്കുറിച്ച് സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് സിനി തോമസ് വിശദീകരിച്ചു. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങളില്ലാത്ത സർക്കാർ അനാസ്ഥയ്ക്കെതിരെ മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനാപ്പുഴ PC ജംഗ്ഷനിൽ റേഷൻ കടയ്ക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. DCC എക്സിക്യൂട്ടീവ് അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കേത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ KH വിശ്വനാഥൻ, OP സതീശൻ, പ്രിൻസി മാർട്ടിൻ, വിഷ്ണു കേസ്കർ, INTUC മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സാലി ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ ജോബി, ഷാജി വടക്കൻ എന്നിവർ പ്രസംഗിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. പൊതു സമൂഹത്തിൽ ഒത്തിരി വിഷയങ്ങൾ പല രീതികളിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്.
കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള നയങ്ങൾ മൂലം പ്രതിസന്ധികളേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് എന്ന് നിങ്ങളോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതങ്ങൾ എല്ലാം ഇല്ലാതാകുന്നൊരു സാഹചര്യങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിവിധ മേഖലകളിൽ, ഇത് നമ്മുടെ പെൻഷൻസ് മേഖല മാത്രമല്ല, മറ്റു ഇതര മേഖലകളിൽ നമ്മുടെ കൊച്ചുകുട്ടികളുടെ വിഷയങ്ങളുണ്ട്. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതം, ആരോഗ്യ മേഖലയിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഹിതങ്ങൾ ഉൾപ്പെടെ ഇന്ന് നമ്മൾ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത്. ഇതിനെല്ലാം മറികടക്കുക കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ്. യൂണിറ്റ് പ്രസിഡന്റ് AS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ, വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത്, KA ഹനീഫ, PP പുഷ്പാഗതൻ, PS സേതുമാധവൻ, ജോൺസൺ കണ്ണമ്പുഴ, AK സെലീന, PM സന്തോഷ്, NL ജേക്കബ് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ മാണിയങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കീഴ്ക്കാവിൽ ആസ്ഥാനത്ത് കുതിരയാട്ടം, തിരുവെഴുന്നള്ളിപ്പ്, ദീപാരാധന, തായമ്പക എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പുല്ലൂറ്റ് ഗുരുശ്രീ സ്കൂളും AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗുരുശ്രീ പബ്ലിക് സ്കൂളും AR ഹോസ്പിറ്റലും സംയുക്തമായി ജീവിതത്തിൽ പ്രാഥമികമായി എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് പ്രിൻസിപ്പൽ KG ഷൈനി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ, അമൽ ഷംസുദ്ദീൻ, AR ഹോസ്പിറ്റൽ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സുനീർ പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ PC പീതാംബരൻ, KR ഗോപിനാഥ്, ബ്ലോക്ക് പ്രസിഡന്റ് TK സുരേന്ദ്രൻ, അഷറഫ്, ജോഷി, ജില്ലാ കമ്മിറ്റി അംഗം CC വത്സല, KK അപ്പുക്കുട്ടൻ, കുഞ്ഞു മൊയ്തീൻ, ഖദീജ B എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അന്നമനട കല്ലൂർ വടക്കെടുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. പൊങ്കാല സമർപ്പണം, ദീപാരാധന, പുറത്തുപൂജ എന്നിവ നടന്നു. ക്ഷേത്രം ശാന്തി ബിനീഷ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന D-സോൺ കലോത്സവത്തിനിടയിൽ സംഘർഷം, മത്സരങ്ങൾ നിർത്തിവച്ചു. കലോത്സവത്തിന് വേദി അനുവദിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കോളേജ് മാനേജ്മെന്റ്. ആമ്പല്ലൂർ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. അളഗപ്പ നഗർ വെണ്ടൂർ കൈതവളപ്പിൽ മനോജിന്റെ മകൻ വികാസ്, പൂക്കോടൻ ജോഷിയുടെ മകൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള സംസ്കാരം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ശവസംസ്കാരം എന്നാണ്. കേരളത്തിലെ കൊലപാതകങ്ങൾ കാണുമ്പോൾ ഈ അർത്ഥം തികച്ചും ശരിയാണെന്ന് വന്നിരിക്കുകയാണെന്ന് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.